ആ ആളുകൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും കുറവാണ്. ആൾക്കാരുടെ വിചാരം എൻ്റെ കാറ്റഗറിയിൽ ഞാൻ ഇറങ്ങിയ ഫസ്റ്റ് അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറേ ഇറങ്ങി ഫസ്റ്റ് അടിച്ചിട്ട് അവർക്ക് വിലയല്ല ഫസ്റ്റ് അടിക്കുമ്പോൾ. ഐ മീൻസ് എൻ്റെ കാറ്റഗറിയിൽ 2-3 ആൾക്കാരേ ഉള്ളൂ എന്ന് പറയാം, അങ്ങനെ പറയാം. ഇവര് എന്നിട്ട് ജിമ്മിൻ്റെ അയൽപക്കം പോലും കണ്ടിട്ടുണ്ടാവില്ല ഇവര്. എന്നിട്ട് അവരിങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അത് എതിർത്ത് പോവുകയെ ചെയ്യുള്ളൂ. ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്, ഒരു ക്ലബ്ബ് ഉണ്ട് നമുക്കൊരു കേരളത്തിൽ, സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ആ ക്ലബ്ബിലൊരു കോച്ച് ഉണ്ടായിരുന്നു, ഒരു റാഷി സാർ പറഞ്ഞ കോച്ച്. അപ്പോൾ മൂപ്പര് വഴിയാണ് എനിക്കിങ്ങനെ സപ്ലിമെൻറ്റ്സ് സ്പോൺസർ കിട്ടാൻ കാരണമായത്. അത് ജിജു സാറ് പറഞ്ഞൊരു മസിൽ മാജിക്കിൻ്റെ ഫൗണ്ടർ ഉണ്ട്. അപ്പോൾ മൂപ്പര് നമ്പർ കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു നോക്കി, ഇങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ മൂപ്പര് തീർച്ചയായിട്ടും പറ്റും. എന്നിട്ട് മൂപ്പരെ ഇതിൻ്റെ സ്റ്റാഫിന് നമ്പർ തന്ന്, അപ്പോൾ അവിടെ അങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങനെ ആക്കി സപ്ലിമെൻറ്റ്സ് സ്പോൺസർ കിട്ടി. ഇപ്പോൾ സ്പോൺസർ കിട്ടി ഏകദേശം 2 ഇയർ ആകുന്നു സപ്ലിമെൻറ്റ്സ് സ്പോൺസർ കിട്ടിയിട്ട്. എനിക്ക് ഒന്നാമത് പ്രചോദനമാവുന്നത് എന്താ പറയുക, കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇങ്ങനെ ജിമ്മിൻ്റെതായിട്ടുള്ള, അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ക്ലബ്ബിലുണ്ട് ഒരു ആകാശേട്ടൻ എന്ന ഏട്ടൻ, അത്യാവശ്യം വയസ്സുണ്ട്. മൂപ്പര് എന്താ ഒളിമ്പിക്സിൽ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെള്ളിയൊക്കെ നേടിയാണ് മറ്റേ ബാഡ്മിൻ്റണിൽ. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ്. പിന്നെ ഈ ക്ലബിലുള്ള കുറേ എണ്ണം, സൂരജ്, സിനിമാ നടൻ സൂരജ്, അവൻ ഒരു ഫ്രണ്ടാണ്, അവൻ എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്യലുണ്ട്. പിന്നെ അവരെ കാണിക്കുന്ന പ്രചോദനം ഈ ഇതിലുള്ള. മോശം അനുഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കുമ്പോഴേക്കൊരു എന്തോ മാതിരിയായിരുന്നു. എന്താപ്പോൾ ആൾക്കാർ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയി പോയല്ലോ, എന്താ ചെയ്യുക, ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചിലവർ ചിരിക്കും നമ്മളെ കണ്ടിട്ട്. പിന്നെ അത് അവരെ മുന്നിട്ട് നമുക്കൊരു നിൽക്കണം തോന്നി, ഒരു വില വേണം തോന്നി. അങ്ങനെ അത് ഈ ബോഡി ബിൽഡിങ്ങിലൂടെ സാധിച്ചതാണ്. ഇവൾ പുറത്തേക്ക് ഇറങ്ങണം, ഇവൾ ഈ ലോകത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇവൾ എന്തായാലും ആൾക്കാരെന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ, അതൊന്നും നോക്കാതെ ഇവൾ മുന്നോട്ട് പോവുക, പുറത്തേക്ക് ഇറങ്ങുക. അതന്നെ എന്നോട് പറയാനുള്ളൂ. ഇവൾക്ക് സ്വന്തം ഇഷ്ടം പ്രകാരം ജീവിക്കുക, ആൾക്കാരെന്ത് ആണെങ്കിൽ വിചാരിച്ചോട്ടെ, അതൊക്കെ ഇവളെ ബാധിക്കുന്ന കാര്യമല്ല. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക, മാക്സിമം എൻജോയ് ചെയ്യുക, അത് പറയാനുള്ളൂ.